അപ്പോൾ നമ്മൾ നമ്മുടെ കൂർഗ് റിസോർട്ടിലെത്തിയിരിക്കുന്നു. ഇതാണ് നമ്മളുടെ റൂമിലോട്ടുള്ള ഒരു എൻട്രൻസ്. റൂം പോലുള്ള ഒരു ഹൗസ് പോലെ, ഒരു മിനി ഹൗസ് പോലെയാണ്. നമുക്ക് 2 റൂമുണ്ട്. ഒരു റൂമിൽ ഞാനും ശില്പ ചേച്ചിയും, ഒരെണ്ണത്തിൽ അച്ഛനും അമ്മയും. ഞാൻ ഈ വ്ലോഗ് ഇതാ, ഇതൊരു ചെറിയൊരു റൂം പോലെയാണ്, കണ്ടോ? ചെറിയുള്ളൂ, ഇത് ചെറിയ റൂം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ കറണ്ട് സപ്ലൈ വന്നിട്ടില്ല. നമ്മളിപ്പോൾ കറണ്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത് മണ്ടൽപ്പട്ടിയിലാണ്. നമ്മൾ ട്രക്കിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് റോഡാണ് ട്രക്കിങ്. നല്ല രസമുണ്ട്. ഇങ്ങനെ ഓക്കെ, നമ്മൾ ആ പോയിന്റിൽ എത്തിയിട്ട് കാണാം. കാരണം ഇപ്പൊ ഞാൻ ഫോണ് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ ഫോണ് താഴെ വീണ് പൊട്ടും. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് കാണുന്നതായിരിക്കും എനിക്ക് നിങ്ങൾക്ക് നല്ലത്. ഗൈസ്, അപ്പോൾ നമ്മൾ ട്രക്കിങ്ങിൽ നിന്ന് ഞങ്ങൾ മുകളിൽ കയറിയിരിക്കുന്നു. അവിടെ ഞങ്ങൾക്ക് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിങ്ങളുടെ ഞങ്ങൾ നടന്നു വന്നു. നമ്മളിനി മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏറ്റവും മുകളിൽ ടോപ്പസ്റ്റ് പീക്കിൽ എത്തിയിരിക്കുന്നു. നമ്മൾ ആ ട്രക്കിംഗ് ഫുള്ള് ചെയ്തിട്ട് ഏറ്റവും മുകളിൽ എത്തിയിരിക്കുന്നു. ഇതാ ഗൈസ്. അപ്പോൾ നമ്മൾ അവിടെ ട്രക്കിങ്ങിനൊക്കെ പോയി വന്നതിന് ശേഷം ഇപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് എല്ലാവരും സെറ്റായി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ എല്ലാവരും അതെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഇപ്പം നമ്മളിവിടെ ഇരുന്നിട്ട് എല്ലാവരും കൂടെ കാർഡ്സ് കളിക്കുകയാണ്. ഇതും കൂടെ കഴിഞ്ഞിട്ട് ഒരു കുറച്ചൊരു 5 to 10 minutes കൂടെ കഴിഞ്ഞാൽ നമ്മൾ പോയി കിടന്ന് ഉറങ്ങും. സോ നീ നാളെ രാവിലെ കാണും. ഗുഡ് നൈറ്റ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഡേ ഇൻ കൂർഗാണ്. നമ്മളിപ്പോൾ ഒരു എലിഫന്റ് ക്യാമ്പിലാണ്. നമ്മൾ അവിടെ നിന്ന് എലിഫന്റ് ക്യാമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വെഹിക്കിൾ അവൈലബിൾ ആണ്. നമ്മൾ പക്ഷെ നടക്കാൻ തീരുമാനിച്ചു. നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. അവിടെ ചെന്നിട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. നടന്നെത്തി. ഇവിടെ ഇതിനകത്താണ് എലിഫന്റ്. ഇവിടെ സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ്. എലിഫന്റ് ക്യാമ്പിന്റെ അവിടെ തന്നെ ഒരു ഫ്രീ ആയിട്ട് ബേസ് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. അതിന്റെ മുകളിൽ ഫുൾ വ്യൂ ഉണ്ട്. എല്ലാവരുടെയും ഉണ്ട്. അവിടെ ബോട്ടിംഗ് ഒക്കെ ഈ സൈഡ് മഴ കാരണം അവിടെ ചെറുതായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ചെറുതായി മഴ പെയ്യാൻ നോക്കിയൊക്കെ നമ്മൾ തിരിച്ചു എൻ്റെ വെഹിക്കിൾ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ ഭയങ്കര തിരക്ക് കാരണം കൊണ്ട് നമ്മളിപ്പോൾ നടന്നു തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നടന്നു വന്നിട്ടുണ്ട്. എത്തിയിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. നമ്മൾ നടന്നു എത്തിയിരിക്കും. നെക്സ്റ്റ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത് നിസർഗധാമയാണ്. നമ്മളപ്പോൾ അവിടെ എത്തിയില്ല. ഒരു ഇതിലാണ് ഇപ്പോൾ ഒരു ബ്രിഡ്ജിലാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത്. നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യണം. അവിടെ നമ്മുടെ ടിക്കറ്റൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഈ സൈഡിലേക്ക് ക്രോസ് ചെയ്യും. സോ ഗൈസ്, നമ്മൾ ഇതിനകത്തായിരുന്നപ്പോൾ നന്നായി മഴ നമ്മളെ ചതിച്ചു. നമ്മളിപ്പോൾ മഴ കൂടെയാണ് നടന്ന് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സിറ്റിലോട്ട് പോവുക. മഴ നന്നായി ചതിച്ചു. ഇപ്പോൾ ഫുൾ മഴയായി. അലമ്പായി ഇവിടെ. സ്ഥലമാണ് നെക്സ്റ്റിൽ പിടിക്കാം അല്ലേ. നമുക്ക് നെക്സ്റ്റിൽ പോവാം ലേറ്റാ. ഗൈസ്, നമ്മളിപ്പോൾ നെക്സ്റ്റ് സ്പോട്ടിൽ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ പേര് എന്താണ്? ഗോൾഡൻ ടെമ്പിൾ. അവിടെ വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് നമുക്കൊക്കെ നനഞ്ഞു. അവിടെ നേരത്തെ മഴ കാരണം ഡ്രസ്സ് ഫുൾ നനഞ്ഞു. വേറെ ഡ്രസ്സ് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ എല്ലാം കഴിഞ്ഞു. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ പോകണം. ഇതായിരുന്നു അതിന് ഫ്രണ്ട് വ്യൂ. കഴിഞ്ഞു നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം ഗൈസ്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞത് പ്ലാന്റേഷനായിരുന്നു. കോഫി പ്ലാന്റേഷൻ. നമ്മളിവിടെ വന്നു. അപ്പോൾ നമ്മളോട് ഗൈഡ് ഉണ്ട്. ഗൈഡ് നമുക്ക് എല്ലാം പറഞ്ഞു തരും. നമുക്ക് പുറത്തേക്ക് ആരോ പ്ലാന്റേഷൻ ഉണ്ട്. അയാൾ ഓരോ കോഫി ലൈസ് ഒക്കെ നെക്സ്റ്റ് കഴിഞ്ഞു.
നമ്മൾ പ്ലാന്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരിച്ച് വേറൊരു വാട്ടർഫോൾസിലുണ്ട്, അവിടേക്ക് പോവാണ്. ഇവിടുന്ന് ഒരു സാധനം വാങ്ങിക്കണ്ട, എന്താ വില എന്നറിയോ? അവിടെ ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് ഉണ്ട്, ആ സെറ്റിന് 6,54,000 rupees ആണ്. ഒരു ഡൈനിങ് ടേബിൾ സെറ്റ് 6 lakh, നല്ല വിലയുണ്ട്. സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വേണം ഒരു സാധനം. ഗൈസ് നമ്മൾ അബി ഫോൾസിലെത്തി. നമ്മളപ്പോൾ അബി ഫോൾസിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ എത്തിയത് 5:40. അബി ഫോൾസ് 5:45 അടയ്ക്കും. 5 minutes മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട് അവർ. പെട്ടെന്ന് വരാൻ അല്ലേ? അപ്പൊ നമ്മളുടെ ലക്കാണോ എന്തോന്ന് അറിയില്ല, നമ്മൾക്ക് ഇന്ന് കാണാൻ പറ്റിയ അബി ഫോൾസ്. സമയം ഇപ്പൊ 5:57 PM ആയി. അതിന് അടച്ചിട്ടില്ല, കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഉത്സാഹത്തിന് കുറെ സ്റ്റെപ്പ് ചാടിച്ചാടിയാണ് വന്നത്. ഈ സ്റ്റെപ്പെല്ലാം തിരിച്ചിടണം മുകളിൽ വരെ. ഓക്കെ, ഇപ്പൊ ടൈം 6:40 PM. നമ്മളിപ്പോ എവിടെയാണ്? രാജാസീറ്റിലാണ് എന്ന് വെച്ചേക്കാം. ഇവിടുത്തെ രാജാവ് ആ പോയിന്റിൽ പോയിരുന്നിട്ട് ഫുൾ സ്ഥലം കാണുന്നുണ്ട്. ഇപ്പൊ ഫുൾ മഞ്ഞായിട്ട് കോടമഞ്ഞ് കൊണ്ട് നടന്നിരിക്കുന്നത് നമുക്ക് കാണുന്നത്. പ്രത്യേകിച്ച് രാവിലെ വന്നാൽ കാണുമായിരിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ഇവിടെ ഇരുന്നിട്ടായിരുന്നു കാണുന്നത്. മഞ്ഞ് ഇസ് ബാക്ക്. കണ്ടോ, ഫുൾ മഞ്ഞ് വന്ന് മൂടി. ഇനി നമുക്ക് കാണാൻ ഒരു നിങ്ങൾ എന്നെ കാണുന്ന പോലെയല്ല ഇവിടെ. എൻ്റെ ഫോണിന്റെ ക്ലാരിറ്റി കൊണ്ട് മാത്രമാണ് നിങ്ങൾ എന്നെ ഇത്ര ക്ലിയർ ആയി കാണുന്നത്. ഇവിടെ ശരിക്കും ഫുൾ മഞ്ഞായി. നിങ്ങളെ ഞാൻ നേരത്തെ കണ്ട സ്ഥലമൊക്കെ ഫുൾ മഞ്ഞായി. ഇവിടെ ഫുൾ എല്ലാവരും മഞ്ഞായി. കേട്ടോ, ഒരു ബ്ലറി ഇപ്പോൾ അറ്റ്മോസ്ഫിയർ ആണ് എല്ലാവരുടെയും. നല്ല തണുപ്പുണ്ട്. ഞാൻ സ്വെറ്ററും സ്കാർഫൊന്നും ഇല്ലാതെ വന്നത്. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. രസമുണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഫുൾ കൂടി സിറ്റിയാണ്. കാണുന്നത് ഫുൾ കൂടി സിറ്റിയാണ്. ഫുൾ മഞ്ഞിനാണ് കൂടി സിറ്റി. ശരി, ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ടാ. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞത് ഒരു ഗാർഡൻ ആണ്. ഇവിടെ ടോപ്പിലൊരു ഗാർഡൻ ആണ് കേട്ടോ. പിന്നെ ഇവിടെ ചെടികളെ ആനിമൽസിന്റെ പേര് കട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. ഫുൾ സൂപ്പറായിട്ട് ഇവിടെ ഒരു ചെറിയ ഗാർഡൻ പോലെ രസമുണ്ട്. അവിടെ ഒരു ആനയുടെ സ്റ്റാച്ചു ഒക്കെ ഫൗണ്ടൻ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ മഴ വരുന്നത് ഓഫ് ചെയ്ത് വെച്ചിരിക്കാൻ പോകുന്നത്. ഞങ്ങൾ തിരിച്ചു പോകണം കേട്ടോ. ഇപ്പോൾ എന്താണ് ഇവിടെ ഫുൾ അവിടെ ഒരു അമ്പലം. ഇന്നപ്പം ലാസ്റ്റ് ഡേയിൽ കൂടുതലാണ് നമ്മുടെ പൊളിയല്ല. ഇന്ന് 2 ദിവസം സൂപ്പറായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ടൈം 9:03 AM ആയി. നമ്മളിങ്ങനെ ലഗേജ് എല്ലാം എടുത്ത് കാറിൽ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇവിടെ നടന്നു വന്നപ്പോഴാണ് കണ്ടത് ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. നമ്മളാരും അറിഞ്ഞില്ല ഇവിടെ സ്വിമ്മിംഗ് പൂളുള്ള കാര്യം. അതിൻ്റെ കാര്യം നമ്മൾ രാത്രി മാത്രമേ റിസോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അല്ലാത്ത സമയത്ത് നമുക്ക് പുറത്തല്ലായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് വിചാരിച്ചു നല്ല വൈബുണ്ട് കേട്ടോ. കാട്ടിനിടയിൽ വെച്ച് നമ്മൾ എല്ലാ ലഗേജെല്ലാം എടുത്ത് വെച്ച് നമ്മളിനി തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ശരി, എന്നാൽ കാറിലൊക്കെ കയറി നെക്സ്റ്റുള്ള സ്പോട്ടിൽ ഇറങ്ങുവാണെങ്കിൽ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കുട്ടേട്ടൻസ് ഉണ്ണിയപ്പക്കടയല്ലേ? കുട്ടേട്ടൻസ് ഉണ്ണിയപ്പക്കട ബാക്ക് കാണിച്ചു. അവിടെ ഉണ്ണിയപ്പം വാങ്ങിച്ചു. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കടയാണ്. അവിടെ നിന്ന്